ഇത്രയും കൊല്ലമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറ്റിക്കായിരുന്നു. ഇനി അങ്ങോട്ടും പറ്റിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഈയിടെ ഒരു റിസർച്ചിൽ പറയുന്നുണ്ടായിരുന്നു. റിസർച്ചിൽ പറയുന്ന കാര്യം പിന്നെ എൻ്റെ ലൈഫിലത്തെ കാര്യം കൂടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് കമ്പൈൻ ചെയ്ത് നോക്കി. നമ്മുടെ ബിസിനസ്സിൽ ഈ പറഞ്ഞ പോലെ തന്നെ പല സിറ്റുവേഷൻസും വരാറുണ്ട്. ഒരു എൻക്വയറി വന്നു, നല്ല ഹൈ ക്ലയൻറ്റിൻ്റെ. അപ്പോൾ ആ വന്നിട്ടേ ഉള്ളൂ, അഡ്വാൻസും കിട്ടിയിട്ടില്ല, കൺഫേമും ആയിട്ടില്ല. പക്ഷേ ആ വന്ന സിറ്റുവേഷനിൽ നമുക്ക് മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ബീയിങ്, ഇതും ഞാൻ നോക്കി. അതേപോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ക്ലയൻറ്റുകൾ ഇപ്പോൾ കംപ്ലൈൻ്റ് ആവുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, അല്ലെങ്കിൽ ക്ലയൻറ്റ് നിർത്തിയിട്ട് മീൻസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴുള്ള മൈൻഡ് സെറ്റും കൂടിയിട്ട് ഞാൻ നോക്കി. അപ്പോൾ ഈ റിസർച്ചും ഈ ബീയിങ് കൂടി നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറഞ്ഞാൽ, ആ ഒരു പോയിന്റിൽ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് ശരിക്കും സത്യമായിട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് ആ ഒരു ഫീലിംഗ് വരികയാണ്. എൻക്വയറി വന്നിട്ടേ ഉള്ളൂ, അപ്പം തന്നെ നമുക്ക് നല്ല ബീയിങ്ങും ഒരുപാട് ഡോർസ് ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. എന്ന പോലെ തന്നെ നമുക്കൊരു നെഗറ്റീവ് സിറ്റുവേഷൻ വന്നിട്ടില്ല, ക്ലയൻ്റ് ഒന്ന് എനിക്ക് നിങ്ങൾ ചെയ്ത സർവീസ് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, അവർ ഡിസ്കണ്ടിന്യൂ പോലും ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ പോലും നമ്മുടെ മൈൻഡിൽ പലതരം നെഗറ്റീവ്സും നമ്മുടെ കയറി വരാറുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സാലറി കൊടുക്കണം, ക്ലയൻറ്റ് പോയി കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ പ്രശ്നമാവുക, ഫീസ് കൊടുക്കണം, പിന്നെ ബാക്കി ഇങ്ങനത്തെ ഒരുപാട് നെഗറ്റീവ്സ് വരാറുണ്ട്. അപ്പോൾ ഞാൻ എന്നെ പറ്റിക്കാറാണ് പതിവ്. ഞാൻ എന്നോട് തന്നെ പറയും, പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നോട് തന്നെ ഞാൻ വായുകൊണ്ട് തന്നെ സംസാരിക്കാറുണ്ട്. അപ്പോൾ വായുകൊണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ ആ ടൈമിൽ ഞാൻ വളരെ കൂളാവും. ആ കൂളായി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഫ്യൂച്ചറിലേക്കുള്ള പല കാര്യങ്ങളും വളരെ കൂളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. നേരെ മറിച്ച് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ഞാൻ അവിടെ ഇരുന്നു പോകും. പിന്നെ എനിക്ക് ക്ലയൻറ്റിനെ വിളിക്കാനോ, അല്ലെങ്കിൽ സെയിൽസ് കൂട്ടാനോ, അല്ലെങ്കിൽ ഓപ്പറേഷൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കാനോ ഇതിനുള്ള മൂഡ് വരാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് ഞാൻ എന്നെ തന്നെ പറ്റിക്കാറാണ്. എപ്പോഴും ഞാൻ പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഇനി ഞാൻ പറ്റിച്ചുകൊണ്ടേയിരിക്കും.